നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്നൊരു സഞ്ചിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് രണ്ട് ഭാഗവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. തയ്യലൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സഞ്ചി തയ്ക്കാൻ വേണ്ടിയിട്ട് 15 ഇഞ്ച് വീതിയിലും 19 ഇഞ്ച് നീളത്തിലുള്ള 4 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. 2 പീസ് പ്ലെയിനും 2 പീസ് ഡിസൈനായിട്ടുള്ളതാണ്. ഇത് സാരിയുടെ തുണിയാണ്. ഇനി വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിലും 14 ഇഞ്ച് നീളത്തിലും 2 കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വള്ളി തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 4 ഇഞ്ചിൻ്റെ തുണി എടുത്തിട്ടുള്ളത് 2 ഭാഗത്തുനിന്ന് ഓരോ ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഇന്നും കൂടി ഇതേപോലെ മടക്കിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് 2 സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ 2 വള്ളി നമുക്ക് ശരിയാക്കി വയ്ക്കാം. ഇനി ഒരു 2 പീസ് തുണിയുടെ ഒരു ഭാഗത്ത് ഇതേപോലെ മുകളിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നടുഭാഗത്തുനിന്ന് 2 സൈഡിലേക്കും 2 ഇഞ്ച് വീതം ഇതേപോലെ 1 ഇഞ്ചിൽ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈനായിട്ട് മുട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വള്ളി തയ്ച്ചത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് തയ്ച്ചെടുക്കാം. ഈ വള്ളി തയ്ക്കുന്ന സമയത്ത് ഒന്ന് ബാക്ക് സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒന്ന് 2 പ്രാവശ്യം ഇതേപോലെ തയ്ക്കാം. വള്ളി രണ്ടും തയ്ച്ചതിന് ശേഷം ഇതേപോലെ 3 സൈഡിലും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പിട്ടിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിൻ ചെയ്ത് വെച്ച ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. മൂന്ന് ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സഞ്ചിയുടെ അടിഭാഗത്ത് ഇതേപോലെ മൂലഭാഗത്ത് 2 സൈഡിലും 2.5 ഇഞ്ച് വീതം സ്ക്വയർ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതനുസരിച്ചിട്ടാണ് ഈ സഞ്ചിയുടെ അടിഭാഗത്തിൻ്റെ വീതി വരിക. ഇനി കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ പിടിച്ചിട്ട് അടിഭാഗത്തും സൈഡ് ഭാഗത്തുള്ള തയ്യൽ രണ്ടും ഇതേപോലെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. 2 ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിൻ ചെയ്ത ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 2 ഭാഗവും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ പ്ലെയിൻ തുണി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മോൾ ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി 3 ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതേപോലെ തയ്ക്കണം. അപ്പോൾ ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇനി ആദ്യം വള്ളി പിടിപ്പിച്ച് തയ്ച്ചെടുത്തിട്ടുള്ള തുണി ഉണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കാക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം വള്ളിയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ തുണി നമുക്ക് രണ്ടാമത് തയ്ച്ചെടുത്തിട്ടുള്ള പ്ലെയിൻ തുണിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തയ്യൽ ഭാഗം പുറത്തായിരിക്കണം. ഈ 2 തുണികളും ഈ സൈഡ് ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് നല്ല ഭാഗം ഉള്ളിലും തയ്യൽ തുമ്പ് പുറത്തുമായിട്ടാണ് വരേണ്ടത്. ഇത് ഈ പിൻ ചെയ്യണ സമയത്ത് ഈ വള്ളി ഉള്ളിലേക്കായിരിക്കണം, എങ്കിലേ നമ്മളിത് തയ്ച്ചതിന് ശേഷം തിരിച്ചിടുമ്പോൾ വള്ളി പുറത്തേക്ക് വരുള്ളൂ. ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം. ഈ പിൻ ചെയ്ത ഭാഗം റൗണ്ടായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ക്കുന്ന സമയത്ത് ഈ വള്ളിയുടെ ഭാഗം വരുമ്പോൾ ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് തയ്ച്ച് കഴിയാൻ പോവുകയാണ്. ഇപ്പോൾ തയ്ച്ച് അവസാനിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് തയ്ച്ചപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കൂടെ കൈയിട്ടിട്ട് ഈ തുണി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ തയ്യലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ സഞ്ചി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മൂലയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 2
ഭാഗത്തിൻ്റെ മൂലയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തയ്യൽ ഒന്നും പുറത്ത് കാണാത്ത രീതിയിലുള്ള അടിപൊളി സഞ്ചി റെഡി ആയിട്ടുണ്ട്. ഈ പ്ലെയിൻ തുണി നമ്മൾ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് പുറത്ത് കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഇനി നമുക്ക് തയ്ച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുള്ളത് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി തയ്യൽ പുറത്ത് കാണാത്ത രീതിയിൽ ഈ ഉൾഭാഗത്ത് 2 സൈഡിൽ നിന്നും ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ഇതേപോലെ എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് മാറി മാറിയിട്ട് എടുത്ത് ഇതേപോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഈ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നത് പുറത്ത് കാണാത്ത രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സഞ്ചിയുടെ തയ്യൽ മുഴുവനായിട്ടുണ്ട്. 2 ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ സഞ്ചി. കാരണം ഇതിൻ്റെ തയ്യലൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. ഒരു ഭാഗം പ്ലെയിനും ഒരു ഭാഗം ഡിസൈനും ആയിട്ടുള്ള അടിപൊളി സഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടിഭാഗത്തിൻ്റെ വീതി കണ്ടോ? ഇപ്പോൾ 2.5 ഇഞ്ച് സ്ക്വയർ പീസ് കട്ട് ചെയ്ത് മാറ്റിയപ്പോഴാണ് ഇത്രയും വീതി വന്നത്. ഇപ്പോൾ വീതി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1.25 2 ഇഞ്ച് സ്ക്വയർ പീസ് ഇതേപോലെ മൂലയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.